കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നൊരു കുഞ്ഞു വിഷയം, വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൽ യോഹന്നാൻ കണ്ട വെളിപ്പാടിൽ താൻ പറയുകയാണ്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, പഴയ ആകാശവും പഴയ ഭൂമിയും ഒഴിഞ്ഞുപോയി. അപ്പം പുതിയ ആകാശവും പുതിയ ഭൂമിയും താൻ കാണുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അവിടെ ഓർമ്മപ്പെടുത്തുന്നത്, സമുദ്രം അവിടെ ഇല്ല. സമുദ്രം ഇല്ല എന്ന് വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും, പ്രത്യേകിച്ച് ബ്രദറൻ പെന്തക്കോസ്റ്റൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം വിചാരിക്കുന്നത്, നമ്മളിന്ന് ജീവിക്കുന്ന ഭൂമി കത്തിയെരിഞ്ഞു പോവുകയും പിന്നെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടായി വരികയും ചെയ്യും എന്ന് അക്ഷരാർത്ഥത്തിൽ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ വേദപുസ്തകം നന്നായിട്ട് മനസ്സിലാക്കിയാൽ നമ്മൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നത് വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിലുള്ള അക്ഷരികമായ ഒരു ഭൂമിയെക്കുറിച്ചോ അക്ഷരികമായ ഒരു ആകാശത്തെക്കുറിച്ചോ അല്ല സംസാരിക്കുന്നത്. മറിച്ച് അത് മനസ്സിലാക്കാൻ ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉൽപ്പത്തി പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകത്തിലാണ് ആദ്യമായിട്ട് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് നമ്മൾ വായിക്കുന്നത്. ആകാശവും ഭൂമിയും എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത്, ഒറ്റ വാക്ക് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഈ വീഡിയോയിൽ, അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയുടെ മറ്റൊരു ബൈബിളിൻ്റെ ഭാഷയാണ് ആകാശവും ഭൂമിയും. ആകാശം ദൈവത്തിൻ്റെ വാസസ്ഥലം, ഭൂമി മനുഷ്യൻ്റെ വാസസ്ഥലമാണ്. അപ്പോൾ ആകാശവും ഭൂമിയും എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള കവനന്റ്, ഉടമ്പടി. ആദ്യ ആദാമുമായി ശേഷം ഇസ്രായേൽ ജനവുമായി ദൈവം ഉടമ്പടി സ്ഥാപിച്ചു. ആ ഉടമ്പടിയാണ് ആകാശവും ഭൂമിയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അവരുടെ ദൈവാലയവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറഞ്ഞാൽ പുതിയ നിയമം എന്നാണ് അർത്ഥം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. പുതിയ നിയമമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. അപ്പം പഴയ ആകാശവും പഴയ ഭൂമിയും നീങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ പഴയ നിയമം നീങ്ങിപ്പോയി എന്നും പുതിയ നിയമം സ്ഥാപിക്കപ്പെട്ടു എന്നും ആണ് കാണുന്നത്. എന്നാൽ അവിടെ പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന മറ്റൊരു വിഷയം, അവിടെ സമുദ്രമില്ല എന്നാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജോയിൻ ചെയ്യാം. പക്ഷേ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കിതുപോലൊരു വീഡിയോയിൽ സംസാരിക്കാനും പറ്റില്ല. നമ്മൾ ഉൽപ്പത്തി കാണുമ്പോൾ ഉൽപ്പത്തിയിലൊക്കെ കാണുന്നത് ഇങ്ങനെയാണ്, ദൈവം കരയും കടലിനെയും തമ്മിൽ വേർതിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കരയും കടലിനെയും തമ്മിൽ ദൈവം വേർതിരിക്കുമ്പോൾ ആ കര, ലാൻഡ്, നമ്മളതിനെ കരയും കടലിനെയും വേർതിരിക്കുന്നു പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഇസ്രായേൽ ജനത, അല്ലെങ്കിൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാം, ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ജനത്തിന് താമസിക്കാൻ വേണ്ടി ഒരു ലാൻഡ് പ്രിപ്പയർ ചെയ്യുക. അതാണ് ഉൽപ്പത്തി 1 പ്രപഞ്ചം സൃഷ്ടിച്ച അധ്യായം അല്ല. ദയവ് ചെയ്ത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച വിവരണം പറയുന്ന പുസ്തകമല്ല ഉൽപ്പത്തി 1 കൃത്യമായിട്ട് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവരുടെ ഉടമ്പടിയുടെ ജനതയുടെ ലാൻഡിനെ പ്രിപ്പയർ ചെയ്യുന്നതും അവരുടെ ദൈവാലയം പ്രിപ്പയർ ചെയ്യുന്നതുമായിട്ടുള്ള വസ്തുതകൾ വിവരിച്ചിരിക്കുന്നതാണ് ഉൽപ്പത്തി 1. ദയവായിട്ട് ഇത് സയൻസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം എടുത്തുകൊണ്ട് സയൻസ് ആണെന്ന് പറഞ്ഞാൽ നിരീശ്വരവാദികൾ നിങ്ങളെ കൊല്ലും. കാരണം എന്ന് ചോദിച്ചാൽ, 3-ാമത്തെ ദിവസം ചെടിയെയും സസ്യങ്ങളെയും മുളപ്പിച്ചിട്ട് 4-ാം ദിവസം സൂര്യനെ സൃഷ്ടിക്കുന്ന ഏതൊരു മണ്ടനായ ദൈവമാണ് നിങ്ങളുടെ ദൈവം എന്ന് ചോദിച്ചത്. കാരണം അതൊരിക്കലും ക്രിയേഷൻ അല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉൽപ്പത്തി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ഈ ആചാര്യന്മാർക്ക് വെളിപ്പാട് പുസ്തകം എന്താണെന്ന് മനസ്സിലാവാത്തത്. ഉൽപ്പത്തി മനസ്സിലാക്കണം. മതി. ഉൽപ്പത്തിയുടെ എല്ലാറ്റിൻ്റെ ആരംഭമാണ്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ ബാക്കിയുള്ള വേദഭാഗങ്ങൾ ബൈബിൾ മനസ്സിലാകത്തുള്ളൂ. വെളിപ്പാട് പുസ്തകത്തിൽ കിടന്ന് ഇങ്ങനെ തന്നെ പാടുന്നതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തി എന്താണെന്ന് ഇതുവരെ പിടിയിട്ടിട്ടില്ല. അവിടെ കിടന്ന് നമ്മൾ ഭയങ്കര പ്രശ്നം ഉണ്ടാകുക, ആകപ്പാടെ പ്രശ്നമാണ്. ഭൂമി കത്താൻ പോകുന്നു, ആകാശം കത്താൻ പോകുന്നു ഒക്കെ പറയുമ്പം നമ്മുടെ മനസ്സങ്ങനെ പോകാൻ കാരണം നമുക്ക് ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ബോധ്യം മനസ്സിലാക്കാത്തതുകൊണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ട്രൂത്ത്, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ദൈവം എന്ത് ചെയ്തു, കരയും കടലിനെയും വേർതിരിച്ചു. എപ്പോഴും നിങ്ങൾ ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ഭാഷ, ഞാനത് ഒറ്റ വാക്കിലങ്ങ് പറയാം. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ എപ്പോഴൊക്കെ ദൈവത്തിൽ നിന്ന്, അതായത് ഇസ്രായേലിന്റെ ലാൻഡാണ് അത് കേട്ടോ. ഭൂമി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഈ ഗ്ലോബിനെ സൃഷ്ടിച്ച കഥയല്ലത്. ലാൻഡിനെ പ്രിപ്പയർ ചെയ്യുക, വാക്തത്വ ദേശം,
പ്രോമിസ് ലാൻഡ്. ആ ലാൻഡിലേക്ക് ആ കടലിനെ ആ കരയെ എന്ത് ചെയ്തു, കടലിൽ നിന്ന് വേർതിരിച്ചിട്ട് ലാൻഡ് അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. അപ്പം പഴയ നിയമത്തിൽ എപ്പോഴൊക്കെ ഇസ്രായേൽ ജനം കവനന്റിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, ആ കവനന്റ് ബ്രേക്ക് ചെയ്ത എല്ലാ സമയത്തും നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, ദൈവം മറ്റ് ജാതികളെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവരെ അടിമകളാക്കി കൊണ്ടുപോകും. അപ്പം ഈ അന്യജാതികൾ, ശത്രുക്കൾ, ദൈവത്തിന്റെ ജനത്തിന് വിരോധമായിട്ട് വരുന്ന ബാബിലോൺ ആയാലും അസീറിയ ആയാലും അശൂരായാലും അവർ ആരായാലും ഈ ജനത്തിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ പ്രവാചകന്മാർ ഉപയോഗിക്കുന്ന ഒരു ഭാഷ, പെരുവെള്ളം വരുന്നു, കടൽ ഇരച്ചു കയറി വരുന്നു, തിരമാലകൾ നിങ്ങൾക്ക് നേരെ ആഞ്ഞടിക്കുന്നതാണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പം അതിന്റെ അർത്ഥം തന്നെ ജാതികളെ ഇസ്രായേൽ മക്കളുടെ അവരോട് പറയുന്ന പ്രവചനത്തിൽ ഉപയോഗിച്ചത്, ജാതികളെ ഉദ്ദേശിച്ചത് അവരെ സമുദ്രമായിട്ടാണ്. അപ്പൊ ജാതികൾ എന്നത് ഇസ്രായേൽ മക്കൾക്ക് നേരെ കയറി വരുന്നു എന്നാണ്. അപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കും. അപ്പം സമുദ്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജാതികൾ, മറ്റു ജനങ്ങൾ, ലാൻഡിൽ താമസിക്കുന്നത് ഇസ്രായേൽ ജനം. അപ്പം ലാൻഡും സീയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാൻ, ലാൻഡ് കവനന്റ് പീപ്പിളിനുള്ളതും സീ എന്ന് പറയുന്നത് ജെന്റൈൽസിനെയാണ് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വേദോസം വായിക്കുമ്പം പുതിയ നിയമം പഴയ നിയമം തന്നെ സമാഗമന കൂടാരം വരുന്നുണ്ട്. സമാഗമന കൂടാരം വരുമ്പം സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതായത് ഒരു താമ്രത്തൊട്ടിയുണ്ട്. താമ്രത്തൊട്ടി എന്ന് പറഞ്ഞാൽ ആ പ്രാകാരത്തിൽ താമ്രത്തൊട്ടിയുണ്ട്, അതിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ശലോമോൻ ആലയം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ 1 രാജാക്കന്മാർ പുസ്തകം 8-ാം അധ്യായത്തിൽ വായിക്കുന്നത്, താന് അവിടെ ഒരു താമ്രം കൊണ്ടൊരു കടലുണ്ടാക്കി, താമ്രക്കടൽ എന്ന്, സീ ഓഫ് ബ്രോസൺ അല്ലെങ്കിൽ ബ്രാസ് കൊണ്ടൊരു സീ ഉണ്ടാക്കി, 12 കാളകളുടെ പുറത്ത് ഒരു കടലുണ്ടാക്കി എന്നിരിക്കും, താമ്രക്കടൽ. എന്തുകൊണ്ടാണ് പഴയ നിയമ ആലയത്തിന് മുമ്പിൽ താമ്രക്കടൽ ഉണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു സത്യമുള്ളത്, പഴയ കാലത്ത് ദൈവം ഉടമ്പടിയുടെ ദൈവമായിരുന്നു. ഇസ്രായേലുമായിട്ട് ഉടമ്പടി ചെയ്തു. ആ ഇസ്രായേലിനെ ദൈവം സ്നേഹിച്ചിരുന്നു, അവരുടെ മാത്രം ദൈവമായിരുന്നു. പക്ഷെ അതേസമയം മറ്റ് ജാതികൾക്കും കൂടെ, അതായത് പുറത്തുള്ള ജാതികൾക്ക് കൂടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാനായിട്ട്, ദൈവത്തെങ്കിലേക്ക് വരാനായിട്ട് ഒരു ചെറിയ സാധ്യത ദൈവം അവർക്ക് തുറന്നു കൊടുത്തു. പ്രാകാരം വരെ എത്താനുള്ള അവസരം അവർക്ക് കൊടുത്തിരുന്നു. എന്നൂടെ പറയാം, ജാതികൾക്ക്, ജെന്റൈൽസിന് ദൈവത്തിന്റെ പ്രാകാരം വരെ എത്തുവാനുള്ള അവസരങ്ങൾ ദൈവം പഴയ നിയമത്തിലും ഒരുക്കി കൊടുത്തിരുന്നു എന്നതാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം പഴയ നിയമത്തിന് ആ ശലോമോന്റെ ദേവാലയത്തിലെ ആ താമ്രക്കടൽ എന്തിനെയാണ് കാണിക്കുന്നത്? ജാതികൾക്കും ദൈവം ഒരു പ്രവേശനം സാധ്യമാക്കി കൊടുക്കുന്നു. നിങ്ങൾക്കും വരാം, ദൈവത്തിന്റെ അടുക്കിലേക്ക് നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യത ദൈവം തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ പഴയ നിയമകാലത്ത് ആ താമ്രക്കടൽ അതിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ പുതുനിയമം വന്നപ്പോൾ വേദോത്സവം പറയാണ് പുത്തൻ ആകാശത്തെയും പുത്തൻ ഭൂമിയെ കണ്ടു. പുത്തൻ ആകാശം, പുത്തൻ ഭൂമി എന്ന് പറഞ്ഞാൽ, ഒന്ന് മനസ്സിലാക്കേണ്ട സത്യം, അത് പുതിയ ഉടമ്പടിയെ കാണിക്കുന്നു. 2, അത് പുത്തൻ ആലയത്തെ കാണിക്കുന്നു, പുതിയ ദേവാലയത്തെ കാണിക്കുന്നു. പുതിയ ദേവാലയത്തിന്റെ പ്രത്യേകത, അത് മോസ്റ്റ് പുതിയ ദേവാലയം എന്ന് പറയുന്നത് പുത്തൻ യെരൂശലേമാണ്. നിങ്ങൾ ഇവിടെ ബ്രദറങ്കാരൊക്കെ പ്രസംഗം കേട്ടിട്ടില്ലേ? പുത്തൻ യെരൂശലേം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് വലിയൊരു പട്ടണം ഇറങ്ങി വരുമെന്നൊക്കെയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എത്ര കാലം ഇങ്ങനെ വഞ്ചിക്കപ്പെടും. സത്യം എത്ര പറഞ്ഞാലും അതിന് വിലയില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സത്യം പറയുന്നവർ ഒതുക്കപ്പെടുന്നു, അവർ കുറ്റപ്പെടുത്തപ്പെടുന്നു, അവർ സമൂഹത്തിൽ ആരുമല്ലാതായി മാറുന്നു, അപഹസിക്കപ്പെടുന്നൊരു കാലമാണ്. പക്ഷേ പുത്തൻ യെരൂശലേം എന്ന് പറയുന്നത് ഒരിക്കലും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പോകുന്ന സ്വർണ്ണപ്പെട്ടി അല്ലത്. അതിന് പല പ്രാവശ്യം എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മുടെ ആളുകൾ നമ്മളങ്ങ് എത്തിച്ചേരും, പുത്തൻ യെരൂശലേം ഇറങ്ങി വരുന്ന പ്രസംഗം നമ്മൾ സ്ഥിരം കേട്ടോണ്ടിരിക്കും. ഇത് കാരണം അസത്യത്തിന് ഇത്ര വാല്യൂ ഉള്ളൊരു കാലത്ത് ഞാൻ സത്യം പറഞ്ഞാൽ അതിശയിച്ചിട്ടുണ്ട്. ഇത്രയും അസത്യങ്ങൾ പ്രഘോഷിക്കപ്പെട്ടിട്ടും സത്യം തിരിച്ചറിയാൻ പറ്റാതെ ജനങ്ങൾ അതിന്റെ പുറകെ പോകുന്നു. ഓർക്കുന്നു. പുത്തൻ യെരൂശലേം എന്ന് പറഞ്ഞാൽ എന്തുവെന്ന് ചോദിച്ചത്, അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ക്രിസ്തുവിന്റെ മണവാട്ടിയെ കാണിച്ചതാ എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ ഉയർന്നൊരു മലയിൽ കൊണ്ടുപോയി, ആത്മാവിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, താണ്ടെ യു ആർ സീയിങ് ദാറ്റ് ഇൻ ദ സ്പിരിറ്റ്. ദർശനത്തിൽ അവൻ കാണുകയാണ്, ആത്മാവിൽ ആ ക്രിസ്തുവിന്റെ സഭയെ അല്ലെങ്കിൽ മണവാട്ടിയെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അത് പുത്തൻ യെരൂശലേം എന്ന് പറഞ്ഞു. അപ്പം അത് ആ പട്ടണം നിർമ്മിച്ചിരിക്കുന്നത് വിശുദ്ധന്മാരെ കൊണ്ടാണ്. അതിൽ മനോഹരമായ വേറൊരു സത്യം പറയാം, അതിന്റെ നീളവും വീതിയും ഉയരവും തുല്യമാണ്. നീളവും വീതിയും ഉയരവും തുല്യമായ ദേവാലയത്തിലെ ഏക ഭാഗം അതിവിശുദ്ധ സ്ഥലമാണ്. അപ്പോൾ അതിവിശുദ്ധ സ്ഥലമാണ് ഏകഭാഗം, അതായത് നീളവും വീതിയും ഉയരവും ഒരേപോലെയുള്ളത് ഒരൊറ്റ സ്ഥലത്താണ്, മോസ്റ്റ് ഹോളി പ്ലേസ് ആണ്.
അപ്പം പുത്തനെറുശലേം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന, ദൈവത്തിന് വാസം ചെയ്യുന്ന മോസ്റ്റ് ഹോളി പ്ലേസിന്റെ ആ മെഷർമെന്റിലാണ് പുതിയ യെരൂശലേം സ്ഥാപിച്ചിരിക്കുന്നത്. ആ മോസ്റ്റ് ഹോളി പ്ലേസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വിശുദ്ധന്മാരെ കൊണ്ടാണ്. ദൈവം നമ്മോടുകൂടെ, അല്ലെങ്കിൽ നാം ദൈവത്തിന്റെ നിവാസമായി മാറിയിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം, അപ്പൊ പുതിയ നിയമം വന്ന ശേഷം എന്തില്ല? അവിടെ സമുദ്രമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ജാതികൾ എന്നൊന്നില്ല. ഈ പുതിയ നിയമത്തിലാണ് ഇപ്പൊ ആളുകൾ വിഭജിച്ച് പഠിപ്പിക്കാറുണ്ട്, വ്യത്യസ്തമാക്കി പഠിപ്പിക്കാറുണ്ട്. അതായത് ഇന്ന് തന്നെ 3 തരത്തിൽ ആളുകളാണ് ഭൂമിയിലുള്ളത്. 1 സഭ, 2 യഹൂദൻ, 3 ജാതികൾ. അങ്ങനെ ഇല്ല സാറേ. നിങ്ങളുടെ പള്ളിക്കകത്ത് കാണുമായിരിക്കും, നിങ്ങളുടെ സംഘടനയ്ക്കകത്ത് ജാതി കാണുമായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് ജാതികളെന്നും യഹൂദനെന്നും യാതൊരു വ്യത്യാസമില്ല. ദൈവത്തിന് ഇന്ന് 2 വിഭാഗം ജനമേ ഉള്ളൂ. ഒന്ന് പുതിയ യെരൂശലേം എന്ന അവന്റെ വിശുദ്ധന്മാരുടെ ആ സംഘവും, മറ്റത് സാമാന്യ ജനവും. ഇത്രയേ ഉള്ളൂ. ദൈവം ഒരു ആളുകളെയും ജാതികളെന്നോ അന്യജാതിക്കാരെന്നോ മറ്റു ജാതിക്കാരെന്ന് വിളിക്കുന്നില്ല. ഇതാദ്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. കാരണം ഇന്ന് സമുദ്രം ഇല്ല, പുത്തൻ യെരൂശലേമിൽ സമുദ്രം ഇല്ല. അതുകൊണ്ട് അവർ ജാതികളാണ്. ജാതികളിൽ നിന്ന് വന്ന് നമ്മളെല്ലാവർക്കും പറയാൻ എളുപ്പമുള്ളൊരു വാക്കാണ്, അവർ ജാതികളിൽ നിന്ന് വന്നു. അങ്ങനെ ജാതികൾ എന്നൊരു സംഭവം ഇല്ല. ഇത് ദയവായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് 2 വിഭാഗമേ ഉള്ളൂ. ഒന്ന് ദൈവത്തെ അറിയുന്ന ജനവും, 2 ദൈവത്തെ അറിയാത്ത ജനവും. പഴയ നിയമകാലത്തുണ്ടായിരുന്നു. യഹൂദൻ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ജാതികൾ എന്ന് അരുളി ചെയ്തിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ജാതികളെന്നും യഹൂദനെന്നും വ്യത്യാസമില്ല. ഇന്ന് യേശുക്രിസ്തുവിന്റെ സഭ, ക്രിസ്തുവിന്റെ സഭയും അതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം പുറത്തുള്ള ജനം. ഒന്ന് വേറൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആദമ് ഏദൻ തോട്ടത്തിലായിരുന്നു. ആദാമിന് ഏദൻ തോട്ടത്തിലായിരുന്ന സമയത്ത് തന്നെ ഏദന്റെ പുറത്തും ആളുകളുണ്ടായിരുന്നു, ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ പുതിയ യെരൂശലേം എന്ന് പറഞ്ഞാൽ നാം ക്രിസ്തുവിന്റെ കൂടെ ആണെങ്കിലും അതേസമയം തന്നെ പുറത്ത് പുത്തൻ യെരൂശലേമിന്റെ വെളിയിൽ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകളുണ്ട്. അപ്പം ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കണം. അപ്പം നമ്മളൊരാളെ കാണുമ്പോൾ അവൻ ജാതിയാണെന്നൊന്നും കാണണ്ട. പുത്തൻ യെരൂശലേമിൽ നിങ്ങൾ എത്തിയെങ്കിൽ നിങ്ങളുടെ പുറത്തുള്ളതെല്ലാം സാധാരണ ജനമാണ്, നാച്ചുറൽ മാൻ. അവർ ജെന്റൈൽസ് അല്ല. ഒരു ഹിന്ദു ആയാലും മുസൽമാനായാലും ദൈവനിഷേധിയായാലും നിരീശ്വരവാദിയായാലും ബുദ്ധമതക്കാരനായാലും അവനെ ദൈവം ജാതിയായിട്ട് കാണുന്നില്ല, അവനെ സാമാന്യ ജനമായി കാണുന്നു. എന്നാൽ അവനെ അറിയുന്ന ജനത്തെ അവൻ തന്നെ, അവനെ കൈക്കൊള്ളുന്നവർക്ക് മക്കളാകാൻ അധികാരം കൊടുക്കുന്നു. അപ്പം ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരായി മാറുന്നു, സ്വീകരിക്കാത്തവർ സാധാരണ മനുഷ്യരായി തുടരുന്നു. അത്രയേ ഉള്ളൂ. സിമ്പിളി ദെയർ പീപ്പിൾ. അപ്പം നമുക്ക് ഈ ജാതീയ ചിന്തയിലും വർഗവെറിയിലും മതവിദ്വേഷവും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകണമെങ്കിൽ സഭയ്ക്ക് ആദ്യം അറിയേണ്ട ട്രൂത്ത്, ഇന്ന് 2 തരത്തിൽ ദൈവം ജനത്തെ 2ആയിട്ട് കാണുന്നത് പോലും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും പുതിയ യെരൂശലേമിലേക്ക് വരാനുള്ള വാതിൽ തുറന്നിട്ടിരിക്കുക. നമ്മളവിടെ കാണുന്നുണ്ട്, പുത്തൻ യെരൂശലേമിന്റെ വാതിൽ അടഞ്ഞു പോകുന്നില്ല. ഇതൊക്കെ ഇനി ഭാവിയിൽ എന്നോ ഇറങ്ങി വരാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല. അവരെ സംബന്ധിച്ചുള്ള ഏതോ പൊട്ടത്തരം വിശ്വസിക്കുക. ഞാൻ ഓപ്പണായിട്ട് പറയാം, പുതിയ ആകാശം വരാൻ പോകുന്നു, പുതിയ ഭൂമി വരാൻ പോകുന്നു, എന്ത് പറയുന്നേ, എന്തോ പുതിയൊരു ഉട്ടോപ്പിയ വരാൻ പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ. സത്യം പറഞ്ഞാൽ മനസ്സ് മടുത്തു പോകും കേട്ടോ. ഞാൻ ചിലപ്പോൾ ഒരു പാസ്റ്റർ ആയല്ലോ നോക്കി എനിക്കങ്ങ് സങ്കടം വരും. കാരണം ഇത്രയും ഭോഷ്കിന്റെ ഇടയിൽ ഈ ഭോഷ്ക് പ്രസംഗിച്ച് ജനത്തെ കബളിപ്പിച്ച് പാവം ജനതയാണ്. സത്യം, ഞാൻ ഇതിനകത്ത് ജനവിഭാഗത്തെ ഒന്നും പറയത്തില്ല. പാവങ്ങൾ അവര് വന്ന് ഇവരുടെ അത്തപ്പാടികള് പാവങ്ങള് കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കും. ഒരു ഏക്കും പൂക്കും അറിയാത്ത കുറെ ഉദ്ദേശിമാര് പുതകം എടുത്തുകൊണ്ട് വന്നിട്ട് ഇവര് നന്നായിട്ട് കളിപ്പിച്ചോണ്ടിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ വർഗവെറി, മതവിദ്വേഷം, ഇതെല്ലാം ചർച്ചിനകത്ത് വന്ന് നിറഞ്ഞു കിടക്കുക. അവൻ അവിടുന്ന് വന്ന, അവൻ ജാതിയിൽ നിന്ന് വന്ന, ഇവൻ പിന്നെ ഇവിടുന്ന് വന്നതാ. അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ ഒരു ആൾ ക്രിസ്തുവിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ ഏത് ജാതിയോ ഏത് മതമോ ഏത് കളറോ അതല്ല വിഷയം. വി ആർ വൺ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമ്മൾ ഒന്നാണ് എന്ന ആ ഒരു സ്നേഹം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവമക്കളുടെ ഒരു ലവ് മാത്രം മതി. പക്ഷെ ഇത് അങ്ങനെ ഒരു സംഭവം ഇന്ന് ക്രിസ്തുവിന്റെ സഭയ്ക്കത്തില്ല. ഒരാളെ എത്രത്തോളം നശിപ്പിക്കാൻ പറ്റുമോ അതിന്, ഒരാളെ കുറിച്ച് ഒരു ദൈവവേദനെ കുറിച്ച് മറ്റൊരുത്തും കുറ്റം പറഞ്ഞാൽ അവൻ കൂടെ നിന്ന് വേണേൽ അവനെ കുറ്റപ്പെടുത്തും, വേണം 2 കൊടുക്കുകയും ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നിങ്ങളുടെ ഒരു സഹോദരനെ കുറിച്ച് ഒരാൾ ആക്ഷേപം പറഞ്ഞാൽ നിങ്ങൾ അവന്റെ കൂടെ നിന്ന് അവനെ പരിഹസിക്കാൻ പോകരുത്. സ്നേഹം പാപത്തിന്റെ ബഹുത്വത്തെ മറയ്ക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു പുതപ്പുണ്ടെന്ന് അവനെ മറയ്ക്കുക, അവനെ ആ തിന്മയിൽ നിന്ന് അവനെ രക്ഷിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ഒരു ദൈവവേദൽ മറ്റൊരു ദൈവവേദലിനെ കുറിച്ച് ആക്ഷേപം പറയരുത്, അവനെ കുറ്റപ്പെടുത്തരുത്. കാരണം ഇന്ന് നമ്മൾ ഭാഗ്യം കൊണ്ട് കർത്താവിന്റെ മക്കളായി മാറിയവരാണ്.
കൃപയാൽ ഈ അവസരം ലഭിച്ചവരാണ്. നമ്മളെ ഹമ്പിളാക്കണം കർത്താവ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം എത്രയേ ഉള്ളൂ. ഇന്ന് സമുദ്രമില്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി എന്താന്ന് പോയി മനസ്സിലാക്കണം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് നമുക്ക് നമ്മുടെ ചർച്ച് ഒരു വിശ്വാസിയെങ്കിൽ 10 വിശ്വാസിയാണെങ്കിൽ 10 വിശ്വാസികൾ അന്യോന്യം സ്നേഹിക്കുക, സംഘടനകളുടെ വ്യത്യാസമില്ലാതെ. അത് ക്രൈസ്തവൻ എന്ന് പേരുണ്ട്. ഇപ്പം ഇവിടെ വേറൊരു പ്രധാന വിഷയം എന്തെന്നറിയുമോ? നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. കത്തോലിക്കര് യാക്കോബക്കാരെന്ന് ഇതൊരു വലിയ തെറ്റാണ്. പെന്തക്കോസ്തുകാർ പഠിപ്പിക്കുന്ന ഒരു തെറ്റാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടവർ, വിശുദ്ധിക്കും വേർപാടിനും നിൽക്കുന്നത്. ഒരു പുണ്ണാക്കുമില്ല, ഒരു വിശുദ്ധിയും ഒരു വേർപാട് ഇവിടങ്ങുമില്ല. ഇതിനേക്കാൾ 100,000 മടങ്ങ് നല്ലവരാ മാർത്തോമക്കാർ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നമ്മൾ മറ്റുള്ളവർ നമ്മൾ വേറൊരു പ്രധാന വിഷയമുണ്ട്. നമ്മൾ വീണ്ടും ജനിച്ചവരാന്ന് പറയും. കണ്ടിട്ടില്ലേ? നമ്മളെല്ലാം വീണ്ടും. എന്തോ അതിൻ്റെ അർത്ഥം? ലോകത്ത് ആരെങ്കിലും ഒരാൾ ഈ വീണ്ടും ജനനം എന്തോന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? അതിന്റെ സത്യം എന്തോ? നമ്മൾ ചോദിക്കാം, നിങ്ങൾ വീണ്ടും ജനിച്ചതാണോ? എന്റെ സഹോദര, എന്തോ ഈ വീണ്ടും ജനനം എന്ന് പറഞ്ഞ? യേശു ക്രിസ്തു ആരോടെ സംസാരിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഈ വീണ്ടും ജനനം എന്ന വാക്ക് യേശു ആരോടെ സംസാരിച്ച്? യേശു നിക്കോദീമോസിനോടെ സംസാരിച്ചു. അതും നിക്കോദീമോസ് ഒരു സാധാരണ യഹൂദനല്ല, മറിച്ച് അവൻ ന്യായപ്രമാണം പഠിപ്പിക്കുന്ന പ്രമാണിയാണ്. അപ്പൊ ന്യായപ്രമാണത്തെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, ന്യായപ്രമാണത്തിൽ അഗ്രഗണ്യനായ പ്രമാണിയായ നിക്കോദീമോസിനോട് രഹസ്യ സംഭാഷണത്തിലാണ് സംസാരിച്ചത്, നീ വീണ്ടും ജനിക്കണം. അപ്പം അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ തിരിച്ചു ചോദിച്ചു, ഞാനിപ്പോഴും പറയാറുണ്ട്, ഈ നമ്മുടെ മിക്കവാറും വിശ്വാസികളെല്ലാം ഈ നിക്കോദീമോസുമാരാ. കർത്താവ് ആത്മീയ കാര്യം പറയുമ്പോൾ ഇവർ സയൻസ് പറയും. കർത്താവ് പറഞ്ഞു, നീ ഉയരത്തിന് ജനിക്കണം. മറുപടിയായിട്ട് നിക്കോദീമോസ് പറയാം, ഇനി ഞാൻ അമ്മയുടെ ഉദരത്തിൽ കയറി ജനിക്കണം. അപ്പൊ അവൻ അറിയാവുന്നത് ബയോളജിയാണ്, അവൻ സയൻസ് അറിയാം. കർത്താവ് സംസാരിച്ചത് സ്പിരിച്വലാണ്. അപ്പൊ ഇത്രയൊക്കെ ഈ കോൺവെർസേഷൻ ഇടയിൽ ക്രൈസ്റ്റ് പറഞ്ഞത് ഒരു വാക്കുണ്ട് കേട്ടോ, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഞാൻ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ലയോ എന്ന്. അതിന്റെ അർത്ഥം എന്താ? അവരുടെ പ്രമാണം അനുസരിച്ച് പഴയ നിയമം വായിക്കുമ്പോൾ അവർക്ക് നന്നായിട്ട് അറിയാം യേശു പറഞ്ഞ എന്താണ്, വീണ്ടും ജനനം എന്താണെന്ന്. അത് പുതുനിയമത്തിന്റെ വാക്കല്ല, അത് ആദ്യം മനസ്സിലാക്കുക. അത് പുതുനിയമത്താൽ പഴയ നിയമ ജനതയ്ക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ അനുഗ്രഹമാണത്. അതാദ്യം മനസ്സിലാക്കണം. പഴയ നിയമത്തിലെ ജനതയ്ക്ക് പുതുനിയമത്തിൽ ലഭിക്കാൻ പോകുന്ന, ക്രിസ്തുവിലൂടെ ലഭിക്കാൻ പോകുന്ന ഒരു അനുഗ്രഹത്തിന്റെ പേരാണ് വീണ്ടും ജനനം. അല്ലാതെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ വീണ്ടും ജനിച്ചോ? നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ മാട്രിമോണിയലൊക്കെ എഴുതുമ്പോൾ ബോൺ എഗെയിൻ ബ്രൈഡ്, അല്ലെങ്കിൽ യുവതി, വീണ്ടും ജനിച്ച യുവാവ്, വീണ്ടും ജനിച്ച ഇത് വിവാഹം അന്വേഷിക്കുന്നത് വീണ്ടും ജനിച്ചവരിൽ നിന്ന്. എന്തോ തേങ്ങയാണോ ഈ പറയുന്നത്? സത്യം പറഞ്ഞു, വീണ്ടും ജനിച്ച് ഇത് ആരോട്? ഞാനിപ്പം എന്റെ പ്രീ പ്ലാൻ ആണോ എന്റെ ജനനം? ഞാൻ അങ്ങ് സ്വന്തമായിട്ട് ജനിക്കുന്നതാണോ? എന്റെ തീരുമാനമാണോ എന്റെ ജനനം? നമ്മൾ ഒന്ന് മനസ്സിലാക്കി നോക്കി. ഇത് ജനിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് എന്റെ ഇച്ഛയല്ല, എന്റെ ചിന്തയല്ല, എന്റെ തീരുമാനമല്ലത്. പിന്നെ ജാതികളായ അല്ലെങ്കിൽ മറ്റ് നേഷൻസിലെ ആളുകളെ സംബന്ധിച്ച് ഈ വീണ്ടും ജനനം എന്നൊരു സംഭവം ഇല്ല. അതാദ്യം മനസ്സിലാക്കാം. നമ്മൾ ഈ യഹൂദന്റെ ഷൂ കയറി നടക്കരുത്. അത് യഹൂദനുള്ളതാണോ? ഞാൻ ഒറ്റ വാക്കിലാണ് മറുപടി. എന്തുവാണ് വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ? കർത്താവ് പറഞ്ഞില്ലേ, നീ വീണ്ടും ജനിച്ചിട്ട് ദൈവരാജ്യം കാണാൻ കഴിയും. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇവരുടെ കയ്യിലായിരുന്നു ആദ്യ ദൈവരാജ്യം. ആ ദൈവരാജ്യം അവരുടെ പുത്രത്വമായിരുന്നു. ആ പുത്രത്വം അവർ അബ്രഹാമിന്റെ മക്കളായിരുന്നു എന്നതുകൊണ്ട് അബ്രഹാമിന്റെ മക്കൾ എന്ന ആ പൊസിഷനിലായിരുന്നു അവർക്ക് പുത്രത്വം കിട്ടിയത്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഇന്ന് ആ പുത്രത്വം എടുത്തിട്ട് ആ രാജ്യം ഞാൻ എടുത്തിട്ടും ബലം കൊടുക്കുന്ന മറ്റൊരു ജനതയ്ക്ക് കൊടുക്കാൻ പോവാം. അപ്പൊ ദൈവരാജ്യം എന്തത് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതിൽ പ്രവേശിപ്പാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞു. എന്തോ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞു? യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്നും ദൈവികമായ ഉടമ്പടിയിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും അവർ വേർതിരിഞ്ഞ് മറ്റ് എന്താ പറയുന്നത്, എപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകന്നു മാറുമോ, ഈ അകന്നു മാറുന്ന യഹൂദനെ ബൈബിൾ വിളിക്കുന്ന പേരാണ് മരിച്ചവൻ. മനസ്സിലാകാത്തവർ നേരെ പോയി ഹോശേയ പ്രവചനം പഠിക്കുക. ഹോശേയ പ്രവചനം പഠിച്ചിട്ട് വേണം 1 കൊരിന്ത്യർ 15 പഠിക്കാൻ. അല്ലെങ്കിൽ എന്തെന്ന് പറയുമ്പോൾ ഹോശേയ പ്രവചനം എന്തെന്ന് മനസ്സിലാക്കാതെ, എസെക്കിയേൽ പ്രവചനം മനസ്സിലാക്കാതെ, യെശയ്യാവിന്റെ പ്രവചനം 25, 26, 27 മനസ്സിലാക്കാതെ 1 കൊരിന്ത്യർ 15 പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ ചത്തുപോയി മണ്ണിനകത്ത് പോയി അലിഞ്ഞു പോയ കിളവിനും ഒക്കെ എഴുന്നേറ്റ് വരും എന്ന് പ്രസംഗിക്കേണ്ടി വരും. മനസ്സിലായോ? ഓരോ ശവമടക്കിനും നമ്മൾ ഇത് കൊണ്ട് വിതയ്ക്കുന്നു, ഇതങ്ങ് ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് പൊട്ടത്തര എല്ലാ ശ്മശാനത്തിലും വിഡ്ഢിത്തരം പ്രസംഗിക്കേണ്ടി വരും. 1 കൊരിന്ത്യർ 15 മനസ്സിലാക്കണേ, നേരെ പോയി ഹോശേയ പ്രവചനം മനസ്സിലാക്കണം. ഹോശേയ പ്രവചനത്തിൽ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്,
എഫ്രീം ദൈവത്തെ വിട്ട് ബാലിനെ സേവിപ്പാൻ പോയി, അവൻ മരിച്ചുപോയി. അപ്പൊ യഹൂദനെ സംബന്ധിച്ചോളം മരിച്ചു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ വിട്ടു പോവുക എന്നാ. എസെക്കിയേൽ 37 അങ്ങനെ തന്നെയാ. ചിതറിപ്പോയ അസ്ഥി എന്ന് പറയുന്നത് ഇസ്രായേൽ ഗ്രഹമാണ്. അശൂറിനാൽ അടിമത്തത്തിൽ പോയി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയ അശൂറാണ് എസെക്കിയേൽ 37 അസ്ഥികൾ. ജീവനുണ്ടവർക്ക്, അക്ഷരാർത്ഥത്തിൽ ജീവനുണ്ട്. പക്ഷേ ദൈവത്തിന്റെ സൃഷ്ടിയിൽ അവർ മരിച്ചുപോയവരാണ്, അവർ ചത്തുപോയവരാണ്. ഈ മരിച്ചുപോയ ആളുകൾ വീണ്ടും അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ പേരാണ് വീണ്ടും ജനനം. മനസ്സിലാക്കുക, അതാണ് വീണ്ടും ജനനം. ഇസ്രായേൽ അത് ഉടമ്പടി പ്രകാരം കവനന്റൽ ഡെത്ത് ആണത്. അതുകൊണ്ടാണ് ആക്ട്സ് ചാപ്റ്റർ 13 അവിടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, ദാവീദിനോട് ദൈവം പറഞ്ഞിരുന്നു, ഇവൻ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ അവനെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന്. കർത്താവിന്റെ ഉയർപ്പിനോട് ബന്ധത്തിൽ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ അതിനെ വിശുദ്ധ ബൈബിൾ വിളിക്കുന്നു, ഇതാ അവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു. ജീസസ് ക്രൈസ്റ്റ് ബോൺ അഗെയിൻ, മരിച്ചവരിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേറ്റ്. മരിച്ചവരെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ആരാ? ജൂ ആണ്. ഓൾഡ് കവനന്റിൽ ഡെത്തിൽ പോയ, അതും ഫിസിക്കലി ഡെത്തായിട്ട് പാതാളത്തിൽ പോയവരും ഫിസിക്കലി ജീവനോടിരുന്നിട്ട് തന്നെ ദൈവവുമായി ബന്ധമില്ലാതിരുന്ന ഈ രണ്ട് ഗ്രൂപ്പിനെ മരിച്ചവരായിട്ടാണ്. അവരുടെ നടുവിൽ നിന്നാണ് ആദ്യം ക്രൈസ്റ്റ് പുറത്തു വരുന്നത്. ക്രൈസ്റ്റ് ആണ് ആദ്യത്തെ ബോൺ അഗെയിൻ, ഫസ്റ്റ് ഫ്രൂട്ട്. അപ്പം ആ ജൂസ് സമൂഹത്തെ ന്യായപ്രമാണത്താൽ മരിച്ചുപോയവരെ, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ ചത്തുപോയവരെ വീണ്ടും ദൈവം പുത്രനിലൂടെ ജീവൻ തന്ന് പുതു ഉടമ്പടിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പേരാണ് വീണ്ടും ജനനം. അല്ലാതെ ഇവിടുത്തെ കോഴഞ്ചേരിലും തിരുവല്ലയിലും കോട്ടയത്ത് ഇവിടെ കിടന്ന് ഈ പെന്തിക്കോസുകാർ കിടന്ന് വീണ്ടും ജനിച്ചോ എന്ന് പറയുന്നതല്ല വീണ്ടും ജനനം. ആദ്യം മനസ്സിലാക്കുക, നമുക്കാർക്കും വീണ്ടും ഒന്നും ജനിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഉടമ്പടി പ്രകാരം മരിച്ചവരല്ല. നമ്മളെ കൊല്ലാനായിട്ട് ഒരു പ്രമാണം വന്നിട്ടില്ല. നമ്മൾ ആരും ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമം വിശ്വസിച്ച നമുക്ക് ദൈവ മക്കളാകാൻ അധികാരം ലഭിച്ചവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, ഇങ്ങനെ കുറേ വാക്കുകളും വാക്തോരണികളും ഇങ്ങനെ ചർച്ചിനകത്ത് ഇങ്ങനെ നടപ്പുണ്ട്. പുത്തനാകാശം, പുത്തൻ വരവ്, യേശു വരുന്നു, അന്തിക്രിസ്തു. ഇത് മുഴുവൻ ഭോഷ്കാണ്. ഇത് മുഴുവൻ ഭോഷ്കാണ്. തന്റെ ഇടത്തോടെ ഞാൻ പറയുന്നത്, ഇത് മുഴുവൻ ഭോഷ്കാണ്, കബളിപ്പിക്കുകയാണ്, വഞ്ചനയാണ്. ഒരൊറ്റ കാര്യം മനസ്സിലാക്കിക്കോ, യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഈ ഒരു റെവലേഷൻ അകത്ത് വന്നിട്ട് നമ്മൾ ദൈവപുത്രന്മാരായിട്ട് ജീവിക്കുക. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞൊരു വാചകമുണ്ട്, ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്കായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനായി ജീവിക്കുക. ഇംഗ്ലീഷ് ബൈബിൾ അത് വായിക്കുമ്പോൾ ലിവ് ടു ക്രൈസ്റ്റ് എന്ന് പറയും. ലിവ് ടു ക്രൈസ്റ്റ് മീൻസ് എന്താ? ക്രിസ്തുവായി ജീവിക്കുക. ക്രിസ്തുവായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ജീവിക്കുന്നത് ഞാനല്ല, പുതുമനുഷ്യനെ ധരിച്ച് ക്രിസ്തുവായി ജീവിക്കുക. കഴിയുന്നിടത്തോളം ജനത്തെ കബളിപ്പിക്കാതിരിക്കുക. പ്രസംഗം ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് നിർത്താം. അതുകൊണ്ട് ഇന്ന് നമ്മൾ പുത്തനെറുശലേം എന്ന് പറയുന്ന പുതിയ ആ ആലയത്തിന്റെ ഭാഗമാണ് നിങ്ങളും ഞാനും. പുത്തനെറുശലേമിന്റെ ഭാഗമാണ് നിങ്ങളും ഞാനും. അത് ആ ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളെയും എന്നെയും കൊണ്ടാണ്. ഇതാ റെവലേഷൻ എന്ന് പറയുന്നത്. അത് അവിടെ പൊന്ന്, വെള്ളി, പൊന്ന്, വിലയേറിയ കല്ലുകളെ, മുത്തുക്കൾ, ഇതുകൊണ്ടാണ് പുത്തനെറുശലേം നിർമ്മിച്ചിരിക്കുന്നത്. സോ വി ആർ ദ പാർട്ട് ഓഫ് ദാറ്റ് ഹാബിറ്റേഷൻ. ഞാനും നിങ്ങളും കർത്താവും പിതാവാം ദൈവം, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും കൂടെ വസിക്കുന്ന മന്ദിരമാണ് നമ്മൾ. നമ്മൾ മന്ദിരമായി മാറി. അതാണ് ദൈവത്തിന്റെ ആലയം. പിതാവും പുത്രനും നിങ്ങളും പരിശുദ്ധ റൂഹായും ഒരുമിച്ച് വന്ന് വാസം ചെയ്യുന്ന ആ ഹാബിറ്റേഷന്റെ പേരാണ് ടെമ്പിൾ ഓഫ് ഗോഡ്. ദാറ്റ് ഈസ് ദ ചർച്ച് ഓഫ് ഗോഡ്. ഈ റെവലേഷൻ നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. സമയം ഒത്തിരി. ഞാൻ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കാം. ഈ ഭൂമി പെട്ടെന്ന് നശിവും ഇല്ലാതായി പോകുന്ന സ്വപ്നം കണ്ടും കാത്തിരിക്കുന്ന ബഹുസഹസ്ര ആളുകളുണ്ട്. നിങ്ങൾ വെച്ച വെള്ളം വാടിപ്പോകത്തേ ഉള്ളൂ. ഈ ഭൂമി ഒന്നും നശിക്കാൻ പോകുന്നില്ല. ദൈവത്തിന്റെ പ്രോഗ്രാം അങ്ങനല്ല. ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോഴത്തെ സാമൂഹികമായ, രാഷ്ട്രീയമായ, മതപരമായ മാറ്റങ്ങൾ? അതിശക്തമായ നിലയിൽ സുവിശേഷം ദൈവം ലോകത്ത് പടർത്തിക്കൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ ഇന്നത്തെ ഒരു കോൺസെപ്റ്റില് ഐ നെവർ കൺസിഡർ ഡോക്ടർ. യേശു ക്രിസ്തു എന്ന ഏകനിൽ വിശ്വസിക്കുന്ന ആരായാലും ആ വ്യക്തിയെ സ്നേഹിക്കാൻ, അവനെ ഒരു വിഘടനം ഒരു വിധത്തിലും വേർതിരിച്ച് കാണിക്കാതെ അവനെ കൈയോടെ ചേർത്ത് നിർത്താൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്ന ആളാണ്. വേറെ ഒന്നും നോക്കണ്ട.
കാരണം നമ്മൾ യഹൂദന്മാരല്ല. നമുക്ക് പ്രമാണം സീനായി കിട്ടിയതല്ല. നമ്മൾ ന്യൂ കവനന്റിന്റെ ആളുകളാ. ന്യൂ കവനന്റിനകത്ത് പ്രമാണം എന്ന് പറയുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, അക്ഷരമില്ല. ക്രിസ്തു ജീവനായിട്ടിരിക്കുന്നു, അതാണ് നമ്മുടെ പ്രമാണം. ആ പ്രമാണത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാതെ നമ്മൾ എഴുത വെച്ച ഏതോ ഒരു പ്രമാണം വായിക്കണോ, അങ്ങനെ ഇന്നും പാപം 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 എന്ന് പറഞ്ഞ് ജനത്തെ കളിപ്പിക്കുക. പുത്രൻ വന്നിട്ട് പാപത്തെ എടുത്ത് മാറ്റിയെന്ന് വേദസ്ഥ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇന്ന് അക്ഷരത്തിന്റെ പ്രമാണത്തിലല്ല ജീവിക്കുന്നത്, നമ്മൾ ആത്മാവിന്റെ പ്രമാണത്തിലാണ്. ആത്മാവിന്റെ പ്രമാണത്തിൽ ജീവിക്കുന്നവർ എങ്ങനെയാണ് വന്നത്? പുത്രത്വത്തില്ല. എന്തോ പുത്രത്വം? അവനെ കൈക്കൊണ്ട് അവനെ യേശു ക്രിസ്തുവിനെ ആരൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്? അത് കത്തോലിക്കനായാലും ഓർത്തഡോക്സ് ആയാലും മർത്തോമായാലും CSC ആയാലും ബ്രദറിനായാലും ബെന്തിക്കോസ് ആയാലും ആരൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിച്ച് കൺഫസ് ചെയ്തിട്ടോ ആ ആള് ദൈവത്തിന്റെ മകനാണ്. അത്രേ ഉള്ളൂ. ഇവിടെ ആർക്കും പ്രശംസിക്കാനൊന്നുമില്ല. ഞാൻ സ്ഥാനപ്പെട്ടു, ഞാൻ മുങ്ങി, ഞാൻ അന്യഭാഷ. നീ അന്യഭാഷ പറഞ്ഞാൽ നീ 250 പ്രാവശ്യം മുങ്ങിയാലും ഒരു വിശേഷതയില്ല കുഞ്ഞെ. കാരണം സുവിശേഷം വിശ്വാസത്താൽ സ്വീകരിക്കുന്നതാണ്. ആരൊക്കെ കർത്താവായ യേശുക്രിസ്തുവിനെ, അതുകൊണ്ട് യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ എന്ന് ആര് വിശ്വസിക്കുന്നു, എന്ത് സിമ്പിളാണെന്നറിയാം ഗോസ്പൽ. അവർക്ക് ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. സിമ്പിൾ. ദേ ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദേ ആർ ദ സൺസ് ഓഫ് ഗോഡ്. വി ആർ ദ സൺസ് ഓഫ് ഗോഡ്. അപ്പൊ നമുക്ക് നമ്മുടെ ചർച്ചിലെ വിശ്വാസികളെ നമ്മൾ കാണുമ്പോൾ അവരിങ്ങനെ കാണാവൂ, ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ മക്കൾ. ഒരു പാസ്റ്റർ അവരോട് പറയേണ്ടത് ദൈവത്തിന്റെ മക്കളാണ് അവര്. അത്രേ ഉള്ളൂ. ഇതാണ് സിമ്പിൾ ഗോസ്പൽ. അല്ലാതെ 1500 പ്രമാണം, 10500 പ്രമാണം, അത് ഇത് എല്ലാം കൂടെ വാരി കുഴച്ച് മനുഷ്യർക്ക് എന്ത് സുവിശേഷം എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. അതുകൊണ്ട് ഈ സുവിശേഷം അറിയാത്തതുകൊണ്ട് എന്ത് ചെയ്ത് അവർ വേറെ പല പല കാര്യങ്ങൾ പ്രസംഗിക്കും. സിമ്പിൾ ഗോസ്പൽ. യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്, യു ഹാവ് എറ്റേണൽ ലൈഫ്, നിത്യജീവൻ. അത്രേ ഉള്ളൂ. നിനക്ക് നിത്യജീവൻ കിട്ടും. ഗോസ്പൽ എന്താ മനുഷ്യർക്ക് കൊടുക്കുന്നത്? രോഗശാന്തിയാണ്. ഗോസ്പൽ മനുഷ്യർക്ക് കൊടുക്കുന്നത് നിത്യജീവനാണ്, എറ്റേണൽ ലൈഫ്. പക്ഷെ ഇത് പ്രസംഗിക്കുന്നുണ്ടോ? അതിവിടെ കിട്ടത്തില്ല. അത് മുകളിലങ്ങോട്ട് വെച്ചേക്കും, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കോണമെന്ന്. എന്തുവാ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിത്യതയ്ക്ക് വേണ്ടി ഇവന്മാരെ വാ എടുക്കും. ഓ, നമ്മൾ ഈ ലോകത്തിന് വേണ്ടി അല്ല, നിത്യതയ്ക്ക് വേണ്ടി. 10 വീടും വലിയ ഫാക്ടറിയും എല്ലാം ഉണ്ടാക്കി, ഇഷ്ടംപോലെ സമ്പത്ത് ഉണ്ടാക്കി, അയൽവക്കക്കാരൻ 5 രൂപ കൊടുക്കാതെ നിന്നിട്ട് പറഞ്ഞു ഞങ്ങൾ നിത്യതയ്ക്ക് വേണ്ടി അങ്ങ് ഒരുങ്ങുകയാണ്. അയ്യോ, ഇതുപോലെ കപടത. ഇല്ല, പണ്ട് അലക്സാണ്ടറിന്റെ പട്ടാളത്തിൽ ഒരുത്തനുണ്ടായിരുന്നു. അവൻ അലക്സാണ്ടർ ചക്രവർത്തി ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ കൂടാരങ്ങള്, ആർമിയുടെ കൂടാരം ഒരു എണ്ണത്തിൽ ഇങ്ങനെ ഒരുത്തൻ വിളക്ക് എത്തിച്ചിട്ട് ഇങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുക. യുദ്ധത്തിന് പോകാൻ പേടിച്ചറിഞ്ഞു. അലക്സാണ്ടർ ചോദിച്ചു, നിന്റെ പേരെന്താന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എന്റെ പേര് അലക്സാണ്ടർ എന്നാണ്. എടാ, നീ എന്നിട്ട് എന്താണ് വിറയ്ക്കുന്നതെന്ന് ചോദിച്ചു. എനിക്ക് പേടിയാണ്. അപ്പൊ അലക്സാണ്ടർ പറഞ്ഞിട്ട് പറഞ്ഞു, എടാ ഞാനും അലക്സാണ്ടർ, എനിക്ക് ഇത്രയും പേടിയില്ല. നിന്റെ പേരും അലക്സാണ്ടർ എന്നാണ്, നീ എല്ലാം വിറച്ചോണ്ടിരിക്കുക. നീ ഒരു കാര്യം ചെയ്യും, ഒന്നി നീ നിന്റെ പേര് മാറ്റുക, അല്ലെ നിന്റെ സ്വഭാവം മാറ്റുക. ഇതെനിക്ക് പലരോടും പറയാനുള്ളൂ. ഒന്നുകിൽ നമ്മുടെ സ്വഭാവം മാറ്റുക, അല്ലെ പേര് മാറ്റുക. ഞാൻ മനസ്സിലാക്കിയത്, ഈ യേശുവിന്റെ മക്കളാന്ന് പറഞ്ഞതിനൊക്കെ നല്ല നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ജീവിക്കും, ഒരു കുഴപ്പമില്ല. ഞാൻ നിരീശ്വരവാദി, ഇതൊരു പേര് ദോഷമില്ലല്ലോ കർത്താവ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന സബ്ജക്റ്റോട് ഒത്തിരി മാറിപ്പോയെങ്കിലും ഒരു കാര്യം പറയാം. ദർ ഇസ് നോ സി. ദയവ് ചെയ്ത് മറ്റൊരു മനുഷ്യരെ ജാതിയായിട്ട് കാണാൻ പാടില്ല. പുതു നിയമത്തിൽ അങ്ങനെ ഇല്ല. പുത്തൻ നിയമം വന്ന ശേഷം ദർ ഇസ് നോ സി, ദർ ഇസ് നോ ജെന്റൈൽസ്, ദർ ഇസ് നോ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന മന്ദിരം, അതിന്റെ പുറത്ത് ജനം താമസിക്കുന്നു, അകത്തും ജനം താമസിക്കുന്നു. ഈ ബോധം മാത്രം മതി. പിന്നെ പുറത്തുള്ള ജനം അനുഗ്രഹിക്കപ്പെടേണ്ടത്, പുറത്തുള്ള ജനം കർത്താവിനെ അറിയേണ്ടത് നമ്മൾ പോയി ട്രാക്ട് കൊടുത്തല്ല. നിങ്ങളെ പുതിയ നിയമത്തിന്റെ ആശയം മനസ്സിലാക്കണം. പഴയ നിയമം പെറ്റുപെരുകുമായിരുന്നു. പെറ്റുപെരുക, മതം മാറി വരിക. പുതിയ നിയമം മതം മാറ്റമല്ല. പുതിയ യെരൂശലേമിൽ എന്താ സംഭവിച്ചത്? കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെയും സിംഹാസനം വീതിയുടെ നടുവിൽ. ആ സിംഹാസനത്തിന്റെ ചുവട്ടിൽ നിന്ന് ശുദ്ധവും ശുഭ്രവും പളുങ്ക് പോലെയുള്ളൊരു ജീവന്റെ നദി പുറപ്പെട്ടു പോകുന്നു. എങ്ങോട്ട് പോകുന്നു? പട്ടണത്തിന് പുറത്തോട്ട് ഒഴുകുക. ആ ഇരു വശങ്ങളിൽ ജീവന്റെ വൃക്ഷമുണ്ട്. അതിന്റെ ഇലകൾ ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ഇത് ഞാൻ ഒരിക്കലും ഒരാളോട് പറഞ്ഞ പുള്ളി പറയാ, അത് ഞാനത് പറഞ്ഞു, 22 അധ്യായം വന്നിട്ടും നിത്യത വന്നല്ലോ. പഴയതെല്ലാം കത്തിച്ചു കളഞ്ഞ്, പുതിയതെല്ലാം കത്തിച്ചു കളഞ്ഞ്. അപ്പം 22 അധ്യായത്തിൽ വീണ്ടും ജാതികൾ, നായ്ക്കൾ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, കൊലപാതകന്മാർ ഇങ്ങനെ കിടക്കുക. അപ്പൊ അവരോട് ചോദിച്ച പുള്ളി പറയാം, ഒരു വലിയ മഹാനാ, അപ്പോളജെട്ടിയ, ഇപ്പോഴത്തെ കേരളത്തിലെ ഒരു അപ്പോളജെട്ടിയ. പുള്ളി പറഞ്ഞെന്ന് അറിയാമോ, അത് വെളിപ്പാട് പുസ്തകം ക്രൊണോളജിക്കലി അല്ല എഴുതിയെന്ന്. മനസ്സിലാകുന്നുണ്ടോ? പുസ്തകം മനസ്സിലാകാതെ വരുമ്പോൾ നമ്മൾ നേരെ ഇറങ്ങും മാറ്റും.
അന്ന് നിന്റെ അപ്പനാ, എൻ്റെ അപ്പനാന്ന് ഒരു ഓർമ്മയില്ല, ഞാൻ DNA പരിശോധിച്ചില്ലെന്ന് പറഞ്ഞ പോലെ. എൻ്റെ അതാ ഞാൻ പറഞ്ഞത്, എപ്പോഴും ഉൽപ്പത്തി മനസ്സിലാക്കാതെ വെളിപ്പാട് മനസ്സിലാക്കാൻ പോകരുത്. ഉൽപ്പത്തിയിലും എന്താണോ ഉൽപ്പത്തി ആരംഭിച്ച് അതിന്റെ കൺസ്യൂമേഷനാണ് റെവലേഷൻ. യേശുക്രിസ്തുവിന്റെ സഭ മറ്റൊരാൾക്ക് ഒഴുകുന്ന നദിയാണ്. വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് ജീവനദി ഒഴുകുമെന്ന് പറഞ്ഞില്ലേ, ആ നദി ഇൻഫ്ലുവൻസ്. നിങ്ങളെ കാണുമ്പോഴാണ് ആൾ രക്ഷിക്കപ്പെടേണ്ടത്. നിങ്ങളുടെ ജീവിതം കണ്ടും നിങ്ങളുടെ സ്വഭാവം കണ്ടും അവരങ്ങനെയാണ് കർത്താവിനെ അറിയേണ്ടത്. അല്ലാതെ മൈക്ക് കെട്ടി പ്രസംഗിച്ച് ഇത് അതുകൊണ്ടായി മൈക്ക് കെട്ടി പ്രസംഗിച്ച് ഇപ്പൊ ബോറല്ല. എന്തേലും മനുഷ്യൻ വരുന്നുണ്ടോ? ഏതെങ്കിലും പട്ടിക്കുട്ടി സാധനപ്പെടുന്നുണ്ടോ? ജനറൽ കൺവെൻഷന്റെ സീസൺ ആണെന്നല്ല, ഏത് പട്ടിക്കുട്ടി സാധനപ്പെട്ടു? ഒരാൾ സാധനപ്പെട്ടോ? എന്താ സാധനപ്പെടാത്ത? നിന്റെ സുവിശേഷം ഏക്കുന്നില്ല, അത് ഇൻഫ്ലുവൻഷ്യൽ അല്ല, ചവറാണ്. നിന്റെ പ്രസംഗം കേൾക്കുമ്പോഴേ ആള് കാതുകുത്തി ഓടുകയാണ്. കാരണം നീ നരകത്തിലിട്ട് കത്തിക്കുന്ന ദൈവം, സ്വർഗമുണ്ടെങ്കിൽ നരകമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നീ എന്തെല്ലാം മസിൽ പിടിച്ചാലും ചക്കരെ ഈ സാധനം ഇല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കി. നരകം പറഞ്ഞ് പേടിപ്പിച്ചും ഭയപ്പെടുത്തി. അതുകൊണ്ടാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം വെള്ളറടയിൽ ഒരു ചെറുക്കൻ അപ്പനെ കഴുത്തറുത്ത് കൊന്നു. ഭയങ്കര യൂത്തിൽ ഗ്ലോറി അടിക്കുന്ന പയ്യനാണ്. ഇത് നിങ്ങൾ കുറിച്ചു വെച്ചോ, ഇതൊക്കെ ചെറിയ തുടക്കം. 100 കണക്കിന് ചെറുപ്പക്കാർ ദൈവനിഷേധികളായും ദൈവം ഇല്ലെന്നും പറഞ്ഞു പോകും. കാരണം നമ്മൾ പറയുന്ന സുവിശേഷത്തിനകത്ത് കഥയില്ല. അതുകൊണ്ട് ഈ വേർതിരിവ്, മറ്റുള്ളവരെ ചെറുതാക്കി കാണുക, അവൻ ജാതീയനാണ്, അവൻ ആ മതത്തിൽ, ഇതെല്ലാം അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. നമ്മുടെ ഐഡിയ എന്താണെന്ന് ആദ്യം മനസ്സിലായി. നമുക്ക് ഇവിടെ ഐഡി പ്രോബ്ലം. വി ആർ ദ ചൈൽഡ് ഓഫ് ഗോഡ്. യേശു ക്രിസ്തു ഏതെങ്കിലും ആളുകളെ അസഹിഷ്ണുത കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കർത്താവ് ഒരു പ്രധാന സംഭവത്തിൽ അസഹിഷ്ണുത കാണിച്ചു. അത് ഈ കനാന്യ സ്ത്രീയോടുള്ള ബന്ധത്തിൽ അല്ലേ? അപ്പൊ ഞാൻ അതുകൂടെ പറഞ്ഞു നിർത്താം. കനാന്യ സ്ത്രീ എന്തുകൊണ്ടാണ് കർത്താവ് അസഹിഷ്ണുത കാണിച്ചത്? കനാന്യ സ്ത്രീ ഒരു പെന്തിക്കോസ് കളിച്ചോണ്ടോ? കനാന്യ സ്ത്രീയാണ് ആദ്യത്തെ പെന്തിക്കോസുകാരി. അതെന്തോ അങ്ങനെ? നമ്മൾ ഇന്ന് ഏത് ചെരുപ്പാണ് നടക്കുന്നത്? നമ്മൾ ഇന്ന് നടക്കുന്നത് ഷൂ ഏതാ? യഹൂദന്റെ ഷൂവാ. യഹൂദന്റെ ചെരുപ്പിട്ടിട്ടാണ് നടക്കുന്നത്. അന്ത്യനായ വിധി യഹൂദന്റെതാ. ഉയർത്തെഴുന്നേൽപ്പ് യഹൂദന് കൊടുത്ത പ്രോമിസസ് ആണ്. സെക്കൻഡ് കമ്മിങ് യഹൂദനോട് പറഞ്ഞതാണ്. ഇത് മുഴുവൻ അവരുമായിട്ട് ബന്ധപ്പെട്ടതാ. പക്ഷെ അത് മൊത്തം എടുത്തിട്ട് ആ ഷൂ ആ കോട്ട് ഇട്ട് നമ്മൾ നടക്കുന്നു. ഇതുപോലെ കനാന്യ സ്ത്രീ യഹൂദന്റെ കോട്ടെടുത്തിട്ടു. അതെന്താ അങ്ങനെട്ടെ? യേശുവിനെ വിളിച്ച പേരെന്താ? ദാവീദിന്റെ പുത്രോ. ദാവീദിന്റെ പുത്ര എന്ന് വിളിച്ച എന്താ കുഴപ്പമുണ്ടോ? ഉണ്ട്. അതെന്താ അങ്ങനെ? യേശുവിനെ ദാവീദിന്റെ പുത്രനെന്ന് ഒരു കവനന്റൽ നെയ്മാത്, ഉടമ്പടിയുമായി ബന്ധപ്പെട്ടതാ. ദാവീദിനോട് കൊടുത്തൊരു പ്രോമിസ്. എന്താ പ്രോമിസ്? നിന്റെ തലമുറയിൽ ആൺജാതിയിൽ മക്കളിൽ നിനക്ക് സിംഹാസനത്തിൽ ഇരിക്കാൻ ഒരു പുരുഷ പ്രജ ഇല്ലാതിരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ദാവീദിന്റെ പുത്രനായി വെളിപ്പെടുമെന്ന് യഹൂദൻ വിശ്വസിച്ചു. ഈ കാനാന്യ സ്ത്രീക്ക് ഇതുമായിട്ട് എന്താ അറിയാം? അവൾ വേഷം കെട്ടി. എനിക്ക് യേശുവിന് ഇഷ്ടമില്ലത്. നീ അസിറ്റീസ് ആയിട്ട് അവസാനം കർത്താവ് തിരിച്ചടിച്ചു. നായ്ക്കൾക്ക് കൊടുക്കത്തില്ല. അവൾ പറഞ്ഞു ഓക്കെ, ഞാൻ സമ്മതിച്ചിരിക്കുന്ന നായാണ്, എങ്കിൽ പിന്നെ നിന്റെ മകൾക്ക് സൗഖ്യം പോകാൻ പറഞ്ഞു. എന്താണ് ഇവിടെ ഈ വേഷം കെട്ടില്ലകത്ത്? അതുകൊണ്ടാണ് നമ്മുടെ ക്രൈസ്തവ സഭ മുഴുവൻ വേഷമാണ്, യഹൂദന്റെ വേഷത്തിലാണ്. അവിടെ നിൽക്കുമ്പോൾ അയാൾ വലിയ ലേലിയ ഗോത്രക്കാരനെന്നുള്ള രീതിയിലല്ല. യഹൂദന്റെ വേഷം കെട്ടുന്നതിന് പകരം നമ്മൾ അസിറ്റീസായിട്ട്. അപ്പൊ കനാന്യ സ്ത്രീ യഹൂദന്റെ വേഷം കെട്ടി ദാവീദിന്റെ പുത്ര എന്ന് കിടന്ന് നിലവിളിച്ചു. കർത്താവ് പറഞ്ഞു പട്ടിക്ക് കൊടുക്കത്തില്ല, നായ്ക്കുട്ടിക്ക് കൊടുക്കത്തില്ലെന്ന്. അവസാനം തിരിഞ്ഞിട്ട് പറഞ്ഞാൽ ഞാൻ നായ്ക്കുട്ടിയെന്നാണ്. അവൾ സ്വന്തം ഐഡിയ അങ്ങോട്ട് മനസ്സിലാക്കിയപ്പോഴത്തേന് ദൈവാനുഗ്രഹം സിമ്പിളായിട്ട് വന്നുകൊണ്ട് ജീവിതത്തിൽ. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് there is no sea in the new covenant, there is no sea in the new heaven and new earth. We are the part of the New Jerusalem, we are the habitation of God. ദൈവം നമ്മിൽ വസിക്കുന്നു. നാം എല്ലാം കൂടെ ഒരുമിക്കുന്നതാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. ആ ബോഡി ഓഫ് ക്രൈസ്റ്റിലാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഒരുമിച്ച് വസിക്കുന്നു. നാമും ദൈവത്തിന്റെ കൂടാരമായി ജീവിക്കുന്നു. ഈ ഒരു മനോഹരമായ വെളിപ്പാടോടെ തുടരാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു. ഇന്നത്തെ ദിവസം നിങ്ങൾ മറ്റൊരാൾക്ക് അനുഗ്രഹമായി മാറുക. ഒരു ഇൻഫ്ലുവൻസർ. നിങ്ങളുടെ നോട്ടവും നിങ്ങളുടെ ഇടപാടുകളും നിങ്ങളുടെ സ്വഭാവവും ഒക്കെ മറ്റുള്ളവരെ സ്വാധീനിക്കണം. ഇത് റിവറാണ്. ഒരു റിവറായിട്ട് നമ്മുടെ ക്രിസ്ത്യൻ്റെ സഭയിൽ ഇത് ഒഴുകാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നിർത്തുന്നു. There is no sea in the new covenant, but there is a river in the new covenant. ദൈവത്തിന്റെ പുതു നിയമത്തിനകത്ത് ഇന്ന് സമുദ്രമില്ല, പക്ഷെ പുതു നിയമത്തിൽ ഒഴുകുന്ന ഒരു നദിയുണ്ട്. അത് എല്ലാവരുടെ ഇടയിലേക്ക് ഒഴുകുന്നു. നമുക്കും മറ്റുള്ളവർക്ക് ഒരു സ്വാധീനമായി മാറാൻ കർത്താവ് ഇടവരുത്തട്ടെ. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ഇടപാടുകൾ
let it influence others, because the kingdom is growing by influence. May God bless you. Thank you.